കേരളം കടക്കെണിയിലാണെന്നും വരും തലമുറയ്ക്ക് താങ്ങാനാവാത്ത ബാധ്യതയാണ് ഇത് സർക്കാർ വരുത്തി വെക്കുന്നതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എന്നാൽ ഈ വാദങ്ങളെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കുന്ന തോമസ് ഐസക് പ്രതിപക്ഷ നേതാവ് തന്നെ അറിയാതെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് സമ്മതിച്ചിരിക്കുകയാണെന്ന് അവകാശപ്പെടുന്നു. ഈ തർക്കത്തിന്റെ കാതൽ കടം എന്നതിനെ എങ്ങനെ കാണുന്നു എന്നതിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രധാന വാദം കേരളത്തിന്റെ കടം 4.5 ലക്ഷം കോടിയിൽ നിന്ന് 5 ലക്ഷം കോടിയിലേക്ക് ഉയർന്നുവെന്നതാണ്. 2006 ഇത് വെറും 48,000 കോടി രൂപയായിരുന്നുവെന്ന താരതമ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതിനെ തോമസ് ഐസക് പ്രതിരോധിക്കുന്നത് ശതമാനക്കണക്ക് നിരത്തിയാണ്. ഓരോ സർക്കാരിന്റെയും കാലത്തെ കടബാധ്യതയിലെ വർധനവ് പരിശോധിച്ചാൽ ഒരു ചിത്രം തെളിയുന്നു. വി.എസ്. അച്യുതാനന്ദൻ സർക്കാർ കടം 75% വർദ്ധിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ കടം 93% വർദ്ധിച്ചു. ഒന്നാം പിണറായി സർക്കാർ കോവിഡ് മഹാമാരിയുടെ വലിയ പ്രതിസന്ധികൾക്കിടയിലും കടബാധ്യതയിലെ വർധനവ് 91% മാത്രമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ നിലവിലെ കണക്കനുസരിച്ച് കടബാധ്യതയിലെ വർധനവ് വെറും 60% മാത്രമാണ്. അതായത് മുൻ UDF സർക്കാരിന്റെ കാലത്തേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് LDF സർക്കാരിന്റെ കാലത്ത് കടം വർദ്ധിക്കുന്നതെന്ന് ഐസക് സ്ഥാപിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നത് കടത്തിന്റെ മൊത്തം തുക നോക്കിയല്ല, മറിച്ച് ആ സംസ്ഥാനത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനവുമായി കടം എത്ര ശക്തമാണ് എന്ന് നോക്കിയാണ്. പ്രതിപക്ഷ നേതാവ് ഉദ്ധരിച്ച 37% എന്ന കണക്ക് നിലവിൽ 33% കുറഞ്ഞിട്ടുണ്ടെന്ന് ഐസക് വ്യക്തമാക്കുന്നു. ഐസക്കിന്റെ വാദപ്രകാരം കടം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നത് UDFന്റെ കാലത്താണ്. 2004-05 കാലഘട്ടത്തിൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത് 41.65% വരെ എത്തിയിരുന്നു. അന്ന് ചെലവ് ചുരുക്കൽ വഴി കടം കുറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ VS സർക്കാരിന്റെ കാലത്ത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കടഭാരം കുറച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കോവിഡ് കാലത്ത് കേരളം എടുത്ത വായ്പയെക്കുറിച്ചും ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കേന്ദ്ര സർക്കാർ അനുവദിച്ച അധിക വായ്പകൾ കേരളം പൂർണ്ണമായും വിനിയോഗിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങളും വായ്പ എടുത്തെങ്കിലും അത് ട്രഷറിയിൽ തന്നെ സൂക്ഷിച്ചു. എന്നാൽ കേരളം ആ പണം ജനങ്ങൾക്ക് കിറ്റായും ക്ഷേമ പെൻഷനായും ആരോഗ്യ സേവനങ്ങളായും നൽകി. ഈ നയത്തെ സതീശൻ വിമർശിക്കുമ്പോൾ ആപത്ത് ഘട്ടത്തിൽ ജനങ്ങളെ സഹായിക്കുന്നതാണ് ശരിയായ ഇടതുപക്ഷ നയമെന്ന് ഐസക് വാദിക്കുന്നു. കടമെടുത്ത ആസ്തികൾ മാത്രമേ നിർമ്മിക്കാവൂ എന്ന നയമല്ല തങ്ങൾക്കെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കടമെടുക്കുന്ന പണം എങ്ങനെ ചെലവാക്കുന്നു എന്നതാണ് മറ്റൊരു തർക്ക വിഷയം. കടമെടുക്കുന്ന തുകയുടെ പകുതിയെങ്കിലും ആസ്തി നിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്നും എന്നാൽ കേരളം വെറും 5% മാത്രമേ ഇതിനായി മാറ്റിവെക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു. ബഡ്ജറ്റ് രേഖകൾ ഉദ്ധരിച്ച് ഐസക് ഇതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്. കേരളത്തിന്റെ ധനക്കമ്മി 55,410 കോടി രൂപയും മൂലധന ചെലവ് 30,961 കോടി രൂപയുമാണ്. അതായത് വായ്പ എടുക്കുന്ന തുകയുടെ ഏതാണ്ട് 55% ആസ്തി നിർമ്മാണത്തിനായാണ് ഉപയോഗിക്കുന്നത്. ഇത് സതീശന്റെ 5% എന്ന വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പ്രതിപക്ഷ നേതാവ് നിശ്ചയിച്ച 50%-ലധികം ആസ്തി നിർമ്മാണത്തിന് ഉപയോഗിച്ചാൽ അത് നല്ലതാണെന്ന മാനദണ്ഡ പ്രകാരം കേരളത്തിന്റെ സ്ഥിതി നല്ലതാണെന്ന് ഐസക് പരിഹസിക്കുന്നു. പലിശയും കടവും വീട്ടിക്കഴിഞ്ഞാൽ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ല എന്ന ആരോപണവും ഐസക് തള്ളുന്നു. 2026-27 വർഷത്തെ റവന്യൂ വരുമാനം 1.83 ലക്ഷം കോടി രൂപയായിരിക്കുമെന്നും അതിൽ പലിശ ചെലവ് വരുമാനത്തിന്റെ 18.09% മാത്രമേ വരികയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബാക്കി 80%-ലധികം തുക മറ്റ് ചെലവുകൾക്കായി ലഭ്യമാണ്. ഇതിന് പുറമെ 55,000 കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള അവകാശവും സർക്കാരിനുണ്ട്. വി ഡി സതീശനും തോമസ് ഐസക്കും തമ്മിലുള്ള ഈ സംവാദം കേരളത്തിന്റെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ നിർണായകമാണ്. പ്രതിപക്ഷം കടം വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കടം എന്തിനുവേണ്ടി ഉപയോഗിച്ചുവെന്നും അത് GDP വളർച്ചയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഐസക് വിശദീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സാങ്കേതികമായ പല ചോദ്യങ്ങളും ശരിയാണെങ്കിലും അതിനുള്ള ഉത്തരങ്ങൾ സർക്കാരിന് അനുകൂലമാണെന്ന് ഐസക് വാദിക്കുന്നു. കേരളത്തിന്റെ കടം ഭയാനകമായി തോന്നില്ലെന്നും ആസൂത്രിതമായ ധനവിനിയോഗത്തിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് ഐസക്കിന്റെ വാക്കുകളിലുള്ളത്. വരും വർഷങ്ങളിൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക പോംവഴി.